എൻ്റെ ട്രെൻഡ്സ് ആൻഡ് സപ്പോർട്ട് എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ നിഫ്റ്റിയുടെ ഇൻട്രാഡേ ചാർട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നാളെ എക്സ്പയറി ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് നമുക്കിന്ന് ലെവൽസൊക്കെ നോക്കാം. ചിലപ്പോൾ നിങ്ങളെല്ലാം എൻ്റെ നിഫ്റ്റിയുടെ ഡെയിലി അപ്ഡേറ്റ് കാണാറുണ്ടായിരിക്കും. ഇതുവരെ കണ്ടില്ലെങ്കിൽ അത് കാണാം. അത് ഇംഗ്ലീഷിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷ് വലിയ ഇതായിട്ടൊന്നല്ല ചെയ്യുന്നത്. വ്യൂവേഴ്സ് ചിലപ്പോൾ എല്ലാവർക്കും ഞാൻ പൊതുവേ കുറേ ഗ്രൂപ്പിലൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ മലയാളീസ് മാത്രമല്ല, അപ്പോൾ അവർക്കെല്ലാം ഉപകാരപ്പെടട്ടെ എന്നുള്ള രീതിയിലാണ് ഇംഗ്ലീഷിൽ ചെയ്തത്. ഹിന്ദി നമുക്ക് അത്ര പിടിയില്ലാത്തതുകൊണ്ടാണ്. ഹിന്ദി പിടിയൊക്കെ ഉണ്ട്, പക്ഷെങ്കിൽ കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറ്റാത്ത അത്രയും ലാംഗ്വേജ് ഇല്ല. നമുക്ക് ഇന്നലെ ഞാൻ നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ കൊടുത്തിരുന്നു. അതിൽ 24,900 റേഞ്ച്, 924 25 ആ റേഞ്ചായിരുന്നു റെസിസ്റ്റൻസ് കൊടുത്തിരിക്കുന്നത്. ഇന്നത്തെ ഹൈ 24,900 ആയിരുന്നു. ഇന്ന് ലോ ലൈവ് മാർക്കറ്റിൽ 24,780 ഒരു സപ്പോർട്ടാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇന്നത്തെ ലോവും ഏകദേശം സെയിമാണ്. ഇനി കറണ്ട് നമുക്ക് നോക്കാം. ഇപ്പോഴും നമുക്ക് ടാരിഫും കാര്യങ്ങൾ ഒക്കെ വന്ന ന്യൂസ് ഉണ്ട്. അതുകൂടാതെ നാളെ നല്ല കൂടുതൽ ഇവൻ്റ് ആയിരിക്കും. RBIയുടെ മീറ്റിങ്ങും മറ്റും ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കൂടുതൽ ഇവൻറ്റ്സൊക്കെ ഉണ്ട്. ഇന്ന് രാത്രിയൊക്കെ ഫെഡ് മീറ്റിംഗ് ഉണ്ട് US. അപ്പോൾ നമുക്കിതിൻ്റെ ലെവൽസ് ഒന്ന് നോക്കാം. ഇപ്പോഴുള്ള ലെവൽ വെച്ചിട്ട് 24,830 ഒരു സപ്പോർട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റിയ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഏകദേശം ഈ ഒരു റേഞ്ച് വരും. 24,800 റേഞ്ചാണ് പിന്നെ വരുന്നത്. 790 റേഞ്ച്, 785 790 റേഞ്ചാണ് പിന്നെ വരുന്നത്. അത് കഴിഞ്ഞാൽ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത മാതിരിയാണ്. അപ്പോൾ നമുക്ക് ഇനി 1 ഹവറിലോട്ട് മാറിയിട്ട് അതൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് 1 ഹവറിലോട്ട് മാറിക്കഴിഞ്ഞാൽ ചാർട്ട് ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇനിയുള്ള ഒരു ടാർഗറ്റ്, ദാറ്റ് മീൻസ് സപ്പോർട്ടും അതുകൂടാതെ തന്നെ ഉള്ള ഒരു റെസിസ്റ്റൻസൊക്കെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നാളെ എക്സ്പയറി ആയതുകൊണ്ട് തന്നെ മൊമെൻറ്റ് വളരെ വളറ്റിലിറ്റി ആയിരിക്കും. അതുകൂടാതെ തന്നെ നമ്മൾ വിചാരിക്കാത്ത രീതിയിലൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഇപ്പോഴുള്ള ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 24,900 അതിൻ്റെ കൂടെ 24,935 റേഞ്ചുമാണ്. അതിന് മുകളിൽ നമ്മൾ കയറി പോവുകയാണെങ്കിൽ നമുക്ക് 25,000 ടച്ച് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് 25,050 മുതൽ 0,70 വരെ റേഞ്ച്. ഈ റേഞ്ച് വരെ നമുക്ക് പോകാൻ ചാൻസ് ഉണ്ട്. 0,25 0,80 വരെ. എക്സ്പയറി ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്ര പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മീൻസ് മാക്സിമം എത്ര പോകുമെന്ന് പറ്റില്ല. പക്ഷേ ഇത് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഡൗൺ സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ 24,780 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് 24,730, പിന്നെ 24,666 റേഞ്ചാണ് പിന്നെയുള്ളത്. ഒരു 24,700 റേഞ്ച് ചെറിയൊരു സപ്പോർട്ടുണ്ട്. അതൊരു സൈക്കോളജിക്കൽ സപ്പോർട്ട് കൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഡൗൺ സൈഡ് വരുമ്പോൾ മാർക്കറ്റ് ഉള്ള ഒരു സപ്പോർട്ടാണിത്. 1 മിനിറ്റ്. ഈ ഒരു ലെവൽ 24,730 35 ലെവൽ കാണുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളൊരു സപ്പോർട്ട് ഈ ഒരു ഇത് ഫാളിങ് ചാനലാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഫാളിങ് ചാനലാണ്. അപ്പോൾ അതിൻ്റെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് പിന്നെ കാണുന്നത് 24,685 80 റേഞ്ചാണ്. അപ്പോൾ മാക്സിമം നമുക്ക് എക്സ്പയറി നമുക്കൊരു പ്രതീക്ഷിക്കാൻ പറ്റിയത് 24,680 അല്ലെങ്കിൽ 24,660 ഡൗൺ സൈഡ്, അല്ലെങ്കിൽ 25,000 റേഞ്ചാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് ചാർട്ട് കൂടി ഒന്ന് നോക്കാം. ഇത് നിഫ്റ്റിയുടെ 24,800 ഓപ്ഷൻസാണ് ഞാൻ നോക്കാൻ പോകുന്നത്. ഇനി ഗ്യാപ്പ് ഡൗണോ മറ്റോ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ സപ്പോർട്ടും ഒക്കെയാണ് നോക്കുക. ഇപ്പോൾ കറണ്ട് സപ്പോർട്ട് ഇതിൻ്റെ 24,800 സിയുടെ കോൾ ഓപ്ഷൻ്റെ കറണ്ട് സപ്പോർട്ട് 77 അതിന് താഴെ വരുന്ന സപ്പോർട്ട് 54. നാളെ ഓപ്ഷൻസ് കോംബോ ചെയ്യാൻ പറ്റിയൊരു ദിവസമാണ്. മീൻസ് അറ്റ് ദി മണി ഏതാണോ നമ്മുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് അതിൻ്റെ അടുത്തുള്ള സ്ട്രൈക്ക് റേറ്റിൽ പിയും സിയും കോൾ ഓപ്ഷൻസും പുട്ട് ഓപ്ഷൻസും ഒന്നിച്ച് വാങ്ങിയിട്ടുള്ള ഒരു ട്രേഡാണ് ഓപ്ഷൻസ്. നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണമെങ്കിൽ, ഇതുവരെ കണ്ടിട്ടില്ല എങ്കിൽ
ഞാൻ ഓപ്ഷൻസിൻ്റെ മലയാളം കോംബോയുടെ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് യൂട്യൂബ് ചാനലിൽ. അത് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സപ്പോർട്ട് ഇവിടെയാണ് 55 റേഞ്ചാണ്. അതിൻ്റെ താഴെ പോവുകയാണെങ്കിൽ ഇത് മോസ്റ്റ്ലി ഒരു നെഗറ്റീവ് ട്രെൻഡിലേക്ക് തന്നെയാണ് പോവുക. ഒരു 55 ഹോൾഡ് ചെയ്തില്ലെങ്കിൽ ഈ കോൾ ഓപ്ഷൻസ് മിക്കവാറും എക്സ്പയറി 0 ആകാൻ ചാൻസ് ഉണ്ട്. അതല്ല ഇവിടുന്ന് ഹോൾഡ് ചെയ്തിട്ട് ഒരു 50 ഹോൾഡ് ചെയ്ത് ബൗൺസ് ബാക്ക് ചെയ്യുകയാണെങ്കിൽ മുകളിലുള്ള ടാർഗറ്റുകൾ 109, അതുകൂടാതെ 130, പിന്നെ 158, പിന്നെ 170, 210 റേഞ്ച്, ഇങ്ങനെ ഇത് പോകും. അത് മാക്സിമം നമുക്ക് 250 വരെ പോകാൻ ചാൻസ് ഉണ്ട് ഈ രീതിയിൽ. ഇനി നമ്മൾ നേരെ PE ഓപ്ഷൻസ് പോയി കഴിഞ്ഞാൽ ഇപ്പോഴുള്ള 24,800 PE കിടക്കുന്നത് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സപ്പോർട്ടിലാണ്. അതിൻ്റെ സപ്പോർട്ടാണ് 24 ഇന്നത്തെ സപ്പോർട്ടുള്ളത്. അവിടെയാണ് സപ്പോർട്ട് കിടക്കുന്നത്. ഇതിൻ്റെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു ഗുഡ് സ്പൈക്ക് വന്ന് അതിനുശേഷം താഴോട്ട് മാക്സിമം അടിച്ചിട്ടാണുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെ റിവേഴ്സ് അടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ രീതിയിലാണ് ഇത് ബൗൺസ് ബാക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 50, 66 റേഞ്ച്. അത് കൂടാതെ പിന്നെ ഒരു മാക്സിമം ഇത് ഏകദേശം ഒരു 90 വരാൻ ഒരു സ്പൈക്കിൽ പോകാൻ ചാൻസ് ഉണ്ട്. അത് അല്ല എങ്കിൽ പിന്നെ അതിന് മുകളിലോട്ട് 130, 170, പിന്നെ അതിന് മുകളിൽ പോകാൻ 220 വരെയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ഇതിങ്ങനെ പോയിട്ട് വേണമെങ്കിൽ ഈ റേഞ്ച് വരെയൊക്കെ വരാം, 240 വരെയൊക്കെ വരാം. നാളെ എക്സ്പയറി ആയതുകൊണ്ട് തന്നെ നമുക്ക് ലിമിറ്റൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് നിഫ്റ്റി കോംബോ ഓപ്ഷൻസ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടാർഗറ്റൊക്കെയാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ ഒരു ഗ്യാപ്പ് ഡൗൺ മിനിമം ഒരു 50 പോയിൻറ്റ് 40 പോയിൻറ്റ് ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻസ് 24,800 കോംബോ ആയിരിക്കും മിക്കവാറും ആക്റ്റീവ് ആവുക. അതിലും താഴെയാണെങ്കിൽ നിങ്ങൾക്ക് 24,750 അതിനടുത്തുള്ളതോ കോംബോ എടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണോ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് അതിൻ്റെ അറ്റ് ദി മണിയിലുള്ള മീൻസ് കറണ്ട് മാർക്കറ്റ് പ്രൈസിൻ്റെ അടുത്തുള്ള സ്ട്രൈക്കിലുള്ള സിയും പിയും സെയിമായിട്ട് വരുന്ന സമയത്താണ് കോംബോ നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് കുറച്ചൊക്കെ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങൾക്കിത് ഷെയർ ചെയ്യാം. ആൻഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിക്കുന്നു. താങ്ക് യു.